എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെള്ളിയാഴ്ചത്തെ മാർക്കറ്റ് നല്ല രീതിയിൽ മാർക്കറ്റ് ഡൗണിൽ പോയായിരുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഡൗണിലോട്ട് പോകാനാണ് ചാൻസ് കൂടുതൽ. ഇവിടെ നമുക്ക് നോക്കിയാലറിയാം, നിഫ്റ്റിയിൽ നോക്കിയാലറിയാം, നിഫ്റ്റി CPR വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ട്രേഡിങ് ഷോർട്ട് സെൽ എടുക്കാൻ പറ്റുമായിരുന്നു നിഫ്റ്റിക്കകത്ത്. ഇവിടെ നമ്മൾ ഷെയർ ഇട്ട് ചെയ്യുന്ന പോലെ പ്രീവിയസ് ഡേ ഹൈ ഓപ്പണിങ് ജസ്റ്റ് ചെറുതായിട്ട് ഹൈ വന്നതിന് ശേഷം ഒന്ന് മൈനസിൽ പോയി, അതിനുശേഷം നേരെ വന്ന് പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, R1 അടിച്ചു, എന്നിട്ട് ഇറങ്ങുകയാണ്. ഇറങ്ങുന്ന സമയത്ത് നമുക്ക് പ്രീവിയസ് ഡേ ഹൈ ഇവിടെയോ അല്ലെങ്കിൽ R1ൻ്റെ ഇവിടെയോ പ്രീവിയസ് ഡേ ഹൈ ഇവിടെയോ നമ്മൾ എൻട്രി എടുത്തിട്ട് ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടുമായിരുന്നെങ്കിൽ, ഓപ്ഷൻസിനകത്തായിരുന്നെങ്കിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുമായിരുന്നു. ഇവിടെ നോക്കിയാൽ അറിയാം, 24,000 23,530, അതായത് ഏകദേശം 460 പോയിൻറ്റിൻ്റെ ഒരു നല്ല ഹെവി ഫോള് മാർക്കറ്റിൽ കാണിച്ചു. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും സെയിം അതുപോലെ തന്നെ. ബാങ്ക് നിഫ്റ്റി പക്ഷേങ്കിൽ ഹൈ ഒന്നും അടിച്ചില്ല, ജസ്റ്റ് CPRൻ്റെ മുകളിലോട്ട് വന്നു, അതിനുശേഷം തിരിച്ച് കണ്ടിന്യൂസ് ഇറക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ഡേ ചാർട്ട് വെച്ച് നോക്കുവാണെങ്കിൽ, ഡേ ചാർട്ടിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഡേ ചാർട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇതിനകത്ത് ഇതൊരു ഇമ്പോർട്ടൻ്റ് സപ്പോർട്ട് ലെവലാണ്. ഈ ഒരു ലെവല് ഇത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ലെവൽ ചിലപ്പോൾ ഈ ലെവൽ വന്നാൽ ഇവിടുന്ന് ഒരു ബൗൺസ് കിട്ടും മേപ്പോട്ട്, കുറച്ച് ഒത്തിരി ഹെവി അപ് ട്രെൻഡോട്ടല്ല, ഒരു ഇത്രയും കറക്ഷൻ വന്നതിൻ്റെതായിട്ടുള്ളൊരു ബൗൺസ്. ഇപ്പോൾ ഒരു 1,500 പോയിൻ്റ് 2,000 പോയിൻ്റ് പോയെങ്കിൽ ഒരു 1,000 പോയിൻ്റ് 1,200 പോയിൻറ്റിൻ്റെ ബൗൺസ് കിട്ടും. നിഫ്റ്റി ആണെങ്കിലും അതുപോലെ. നിഫ്റ്റി നമ്മൾ നേരത്തെ വരച്ച് കണ്ടില്ലേ, നേരെ അത് ഇതൊരു നല്ലൊരു സപ്പോർട്ടായിരുന്നു, ആ സപ്പോർട്ട് ലെവൽ അടിച്ചു പോയി. അപ്പോൾ നമ്മൾ പിന്നെ നമുക്ക് നോക്കാൻ പറ്റുന്നത് ഈ ഒരു ലെവല്, ഓക്കെ, ഈ താഴോട്ട് കിടക്കുന്ന പല ലെവലുകളുണ്ടത്. അടുത്ത ലെവൽ ഈ ലെവൽ പ്രതീക്ഷിക്കാം. അതായത് ഈ റീസെൻ്റ് ഒരു ലോ അടിച്ച് ആ ലോ അടിച്ചിട്ട് തിരിച്ച് കയറണം. ഈ ലോ അടിച്ചിട്ട് തിരിച്ച് കയറാനാണ് ചാൻസ് കൂടുതൽ. അഥവാ ഇപ്പോൾ തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി അപ്പിലായിരിക്കും, അപ്പോൾ നമുക്കറിയാൻ പറ്റത്തില്ല. ഡൗൺ ഓപ്പണിങ് വന്ന് ഇവിടെ ഇങ്ങനെ അടിച്ചിട്ട് അല്ലെങ്കിൽ 23,500 താഴെ വന്നിട്ട് തിരിച്ച് കയറുകയാണെങ്കിൽ വൺ സൈഡ് മൂവ്മെൻറ്റ് ചിലപ്പോൾ 10, 500, 600, 700 പോയിൻ്റൊക്കെ മുകളിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഈ ഏരിയ എന്തായാലും ഒരു ബൈ ഏരിയയാണ്, ചെറുതായ രീതിയിലെങ്കിലും ബൈ ഏരിയയാണ് 23,500, 400 എന്ന് പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ നാളെ ഓപ്പണിങ് ഇച്ചിരി ഹൈയിൽ പോവും, അതിനുശേഷം ക്ലോസ് തിരിച്ച് താഴോട്ട് ഇറങ്ങി വരാനും ചാൻസ് ഉണ്ട്. എന്തായാലും മൊത്തത്തിൽ മാർക്കറ്റ് വീക്കാണ്. മാർക്കറ്റ് വീക്കാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ റേഞ്ച് 23,500, 400 റേഞ്ചിൽ ഒരു ബൗൺസ് മുകളിലോട്ട് പ്രതീക്ഷിക്കാം. ബൗൺസ് പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞാൽ ഓൾ ടൈം ഹൈ അടിക്കുമെന്നല്ല. ഇപ്പം 23,500 വന്നെങ്കിൽ 24,200 നേരത്തെ ഇപ്പോൾ റീസെൻ്റ് വന്ന ഈ ഹൈ പോലും അടിക്കുമെന്ന് തോന്നുന്നില്ല. ഈ 24,800 എന്നുള്ള ഈ ഹൈ അടിക്കുമെന്ന് തോന്നുന്നില്ല. തിരിച്ച് ചിലപ്പോൾ 24,000, 24,200 വരെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. വന്നിട്ട് വീണ്ടും തിരിച്ച് കുത്തനെ ഇതുപോലെ ഇറങ്ങാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ നമ്മൾ വരും ദിവസങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കുക. ഇപ്പോൾ ഇവിടുന്ന് ഒരു കയറ്റം തുടങ്ങുമ്പം നമുക്ക് ഷെയറിനകത്ത് കുറച്ച് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ അത് ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, പണ്ടത്തെ കൂട്ട് മൾട്ടി ബാഗർ ചാൻസ് ഉള്ള ഷെയറുകളുണ്ട്, പക്ഷേങ്കിൽ നമ്മൾ അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ഷോർട്ട് ടൈമിലൊക്കെ ചെറിയൊരു പ്രോഫിറ്റ് 5 to 10% പ്രോഫിറ്റ് കിട്ടുമ്പോൾ നമ്മൾ എടുത്തു മാറും. അതായത് നമ്മളെ കൊണ്ട് ഇപ്പോഴത്തെ കണ്ടീഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ സെല്ലിങ്ങിന് വേണ്ടി എടുത്തു വെച്ചിരുന്ന ഷെയറുകളാണ് ഈ കാണുന്ന മുഴുവൻ. ഇതിനകത്ത് നമുക്ക്
2, 4, 6, 8, 10, 12 ഷെയർ 13 ഷെയർ എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഷെയറിനകത്ത് നമുക്ക് നല്ല ചാൻസുകൾ സെല്ലിങ്ങിന് തന്ന ഷെയറുകളുണ്ട്. നമുക്ക് അതിനകത്തൊരു 3-4 ഷെയറുകൾ നോക്കാം. ഗരുഡ എന്ന് പറയുന്ന ഷെയർ ഇവിടെ നോക്കിയാൽ ഗരുഡ എന്ന് പറയുന്ന ഷെയർ ഹൈ ഓപ്പണിംഗ് ആണ്, പ്രീവിയസ് ക്ലോസിംഗ് ആണ്. ഹൈ ഓപ്പണിംഗ് വന്നു, പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, R1 അടിച്ചു, നേരെ കുത്തനെ കയറിപ്പോയി R2 അടിച്ചു. നമ്മളാണെങ്കിൽ R1 അടിച്ചു, R2 അടിച്ചു, വീണ്ടും ഇറങ്ങുന്നില്ല. R3 പോകണേ ഓക്കെ, നമ്മൾ അവിടം വരെ വെയിറ്റ് ചെയ്യും. ഇവിടെ വന്നിട്ട് R2 വരെ വന്നിട്ട് അവിടുന്ന് റിവേഴ്സായി. നമ്മൾ ഫസ്റ്റ് എവിടെയാണ് റിവേഴ്സാണ് അവിടെ നമ്മൾ എൻട്രി എടുക്കും. ഇവിടെ 126-40 റേഞ്ചിൽ എൻട്രി എടുത്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വരുന്നത് 128 അല്ലെ 130 ആക്കിക്കോ, കുഴപ്പമില്ല. നമ്മൾ 126 റേഞ്ചിനടുത്ത് ഒരു എൻട്രി എടുത്താൽ നമുക്ക് 116-17 റേഞ്ച്, അതായത് ഏകദേശം 10 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, വൺ സൈഡ് മൂവ്മെൻ്റ് ആണ് പിന്നെ കിട്ടുന്നത്. TNPL എന്ന് പറയുന്ന ഷെയർ ആണെങ്കിലും ഓപ്പണിങ്ങിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് വന്നു, നേരെ കയറിപ്പോയി, പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, R1 അടിച്ചില്ല, ഇവിടെ അടിച്ചിട്ട് ഇവിടെ ഇറങ്ങി. നമ്മളിവിടെ ഫസ്റ്റ് റിവേഴ്സ് ആണ്, ഇവിടെ പ്രീവിയസ് ഡേ ഹൈ അടിച്ച് റിവേഴ്സ് ആയതുകൊണ്ട് നമ്മളിവിടെ എൻട്രി എടുക്കും. അന്നേരത്തെ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് 215 നമ്മൾ എൻട്രി എടുത്ത് നമുക്ക് സ്റ്റോപ്പ് ലോസ് 217 മതി. 215 ചെയ്തെടുത്ത് നമുക്ക് 205 രൂപ വരെ വന്നു. അധികം വെയിറ്റ് ചെയ്യാത്തവർക്കാണെങ്കിൽ പോലും 5 രൂപ കിട്ടും. മൊത്തത്തിൽ നിങ്ങൾക്ക് 10 രൂപയ്ക്ക് മുകളിൽ പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആവ്ലോൺ എന്ന് പറയുന്ന ഷെയർ, ആവ്ലോണ് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണായി R1 അടിച്ചു, R2 അടിച്ചു, R3 പോകുന്നില്ല. നമ്മൾ തന്നെ ഫസ്റ്റ് റിവേഴ്സ് ഇവിടെ ആയതുകൊണ്ട് ഇവിടെ നിന്ന് എൻട്രി എടുത്താൽ 1069 എൻട്രി എടുത്താൽ 69-68 ഒത്തിരി 5-6 രൂപ താഴെ പോയി എടുക്കരുതാണ്. 2-3 രൂപയുടെ ഡിഫറൻസ് ഒക്കെ കുഴപ്പമില്ല. ഇപ്പോൾ 69-68 എടുത്താൽ 996, ഏകദേശം 73-74 രൂപ പ്രോഫിറ്റ് ആ ഷെയർ വൺ സൈഡ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഫിൻടെക് എന്ന് പറയുന്ന ഷെയർ ഫസ്റ്റിലെ ഒരു ഹെവി മൂവ്മെൻറ്റിൽ പോയി നല്ലൊരു ഹൈ അടിച്ചു, പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി R1 മുകളിൽ പോയില്ല. അപ്പോൾ ഇവിടെ ഇറങ്ങുമ്പോൾ നമ്മളിവിടെ എൻട്രി എടുക്കും. 1546 വരെ എൻട്രി എടുത്താൽ 1534, 12 രൂപ ഇവിടെ തരുന്നുണ്ട്. അതിനുശേഷം വീണ്ടും കയറി പോകുന്നുണ്ട്, പക്ഷേങ്കിൽ ഹൈ അടിക്കുന്നില്ല. വീണ്ടും ഇവിടെ ഇറങ്ങുമ്പോൾ നമുക്ക് വീണ്ടും ഇവിടെ എൻട്രി എടുക്കാം. 46 റേഞ്ച് എൻട്രി എടുത്താൽ നമുക്ക് 35, 30, 15 രൂപ വീണ്ടും പ്രോഫിറ്റ്. വീണ്ടും തിരിച്ച് കയറി വരുന്നുണ്ട്, തിരിച്ച് വീണ്ടും ഇറങ്ങി, വീണ്ടും 3 പ്രാവശ്യം എൻട്രി എടുത്ത് 3 പ്രാവശ്യം, ഒരു പ്രാവശ്യം 10 രൂപയ്ക്ക് എടുത്തും 2 പ്രാവശ്യം 15 രൂപയ്ക്ക് എടുത്തും പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും കാണാൻ മതി. ബാക്കി ഷെയറിനകത്തും അതുപോലെ ചാൻസുകളുണ്ട്. ഇപ്പം നമ്മൾ സിർമ എന്ന് പറയുന്ന ഷെയർക്ക്, സിർമ അല്ല, ഇപ്പം ബജാജ് ഹെൽത്ത് കെയറിനകത്ത് നമ്മൾ CPRൻ്റെ ഒരു ട്രിക്ക് ഞാനെപ്പോഴും ഇടയ്ക്ക് പറഞ്ഞ് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു കൊടുത്ത അതേ മോഡല്. തലേ ദിവസത്തെ CPR ഇതാണ്. ഈ CPRൻ്റെ മുകളിലാണ് ഈ CPR, പക്ഷേ ഈ ഷെയർ ഓപ്പൺ ചെയ്യുന്നത് താഴെയാണ്. ഈ താഴെ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കണം ഈ CPRൻ്റെ മുകളിലോട്ട് ജസ്റ്റ് വന്ന് അടിക്കാനൊരു ചാൻസ് കാണും. ഇത് ആ മുകളിൽ വരെ വന്നില്ല, പക്ഷേ എങ്കിൽ സെൻട്രൽ CPR വരുന്നത് ജസ്റ്റ് ടച്ച് ചെയ്ത് വൺ സൈഡ് പിന്നെ താഴോട്ട് പോകായിരുന്നു. നല്ലൊരു ഇത് നമുക്കിവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു രീതി നോക്കി, ഞാനിത് കണ്ടില്ല, പക്ഷേ ഇത് ആരെപ്പോൾ കണ്ടാലും ഇങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. അതുപോലെ നേരെ തിരിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് നാളത്തേന് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഷെയർ നോക്കാം. നാളെ നമ്മൾ ആദ്യം എടുത്തിട്ടില്ല, 7 ഷെയർ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ 7 ഷെയറിനകത്ത് ടെക്നോ ഇലക്ട്രിക് R1 R2 പോയിട്ട് ഇറങ്ങിയ നല്ലൊരു ചാൻസ്. ഓപ്പണിങ് ചിലപ്പോൾ നല്ല ഹെവി മൂവ്മെൻറ്റ് കിട്ടി R2 പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ല ചാൻസ് കിട്ടും. അതല്ല 1700 മുകളിൽ പോയിട്ട് ഇപ്പോൾ 1710 പോയിട്ട് 1700 താഴോട്ട് വരികയാണെങ്കിൽ ആ 10 രൂപയുടെ റിസ്ക് എടുത്തിട്ട് 1700 താഴെ വരുമ്പോൾ ലെവലുകളൊന്നും നോക്കാതെ നമുക്ക് സെല്ല് ചെയ്യാം. 10 രൂപയുടെ റിസ്ക് എടുക്കുക. MP എന്ന് പറയുന്ന ഈ ഷെയർ ഹൈയും R1 തമ്മിൽ അടുത്തടുത്താണ്. അപ്പോൾ ഈ 2 റേഞ്ചിൻ്റെ മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുകയാണെങ്കിൽ അന്നേരം എൻട്രി എടുക്കുക. അന്നേരം ഒരു പ്രോഫിറ്റ് എന്തായാലും കിട്ടും. ചിലപ്പോൾ അത് ചെറിയ പ്രോഫിറ്റ് ആയിരിക്കും, വലിയ പ്രോഫിറ്റ് ആയിരിക്കും. അതിനുശേഷം വീണ്ടും തിരിച്ച് ഈ 2 ലെവലിൻ്റെ മുകളിൽ പോവുകയാണെങ്കിൽ ബൈ ചെയ്യുക ആ ഷെയർ. ഓക്കെ, സാൽസർ ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ അതും പ്രീവിയസ് ഡേ ഹൈയോ R1 പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ലൊരു ചാൻസ് പ്രതീക്ഷിക്കാം. AGS ലോജിസ്റ്റിക് എന്ന് പറയുന്ന ഈ ഷെയർ
R1 അല്ല പ്രീവിയസ് ഡേ ഹൈയോ R1 പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ലൊരു ചാൻസ് പ്രതീക്ഷിക്കുക. ഡയമണ്ട് വൈഡി എന്ന് പറയുന്ന ഇത് പ്രതാപ് സ്നാക്സ് എന്ന് പറയുന്ന ഷെയറാണ് 1181. അപ്പോൾ ഈ ഷെയർ R1 ഹൈയും അടിച്ചിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ലൊരു ചാൻസ് പ്രതീക്ഷിക്കാം. ജിക്ര എന്ന് പറയുന്ന ഷെയറും ഹൈ അടിച്ചിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ല ചാൻസ് പ്രതീക്ഷിക്കുക. ഹൈ അടിച്ചിട്ട് ഇറങ്ങുകയാണെങ്കിൽ അതല്ല R1 കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. കോത്താരി പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഷെയർ അപ്പർ സർക്കിട്ടാണ്. അപ്പോൾ നമ്മൾ ഇപ്പം 205 എന്ന് പറയുമ്പോൾ 10, അപ്പോൾ ഏകദേശം 5% മുകളിൽ തന്നെയാണ് R1. അപ്പോൾ ഇതിന് മുകളിൽ പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ല ചാൻസ് കിട്ടും. അതല്ല R2 പോയിട്ട് കിട്ടുവാണെങ്കിൽ അടിപൊളി ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പം വരും ദിവസങ്ങളിലും മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ കാണും. പക്ഷേ ചിലപ്പോൾ ഒരു കവറിങ് ആയി 23,500 ലെവലിൽ നിന്ന് വരാം. അപ്പോൾ അത് 23,500 എന്നൊരു 24,000 24,200 റേഞ്ചിലോട്ട് വരാം. അതല്ല ഇവിടെ തന്നെ 23,500 23,600 700 റേഞ്ചിൽ ഒരു 1.5 ആഴ്ച ട്രേഡിങ് നടന്നാൽ, മൂവ്മെൻ്റ് അധികമില്ലാതെ നടന്നാൽ മാർക്കറ്റ് വീണ്ടും നല്ല രീതിയിൽ ഇറങ്ങിപ്പോവും. ഓക്കെ, അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പം നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.